എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നമ്മുടെ സേനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇപ്പൊ നമ്മുടെ ഈ പഹൽഗാം ഇഷ്യൂ നടന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അതേ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 21 ദിവസമായിട്ട് വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ചാർഖണ്ഡ് മേഖലയിലെ കനേഗുട്ടാലോ കുന്നുകളിൽ വലിയൊരു സൈനിക ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ചൂടും കാര്യങ്ങളും അവരുടെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും ഏകദേശം 1.25 കോടി രൂപയുടെ തലയ്ക്ക് വില പറഞ്ഞ ഇനാം പ്രഖ്യാപിച്ച അവിടുത്തെ ഈ ചുവപ്പ് ഭീകരർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് നമ്മുടെ സൈന്യം വകവരുത്തിയത്. അതിൻ്റെ അകത്ത് നമ്മുടെ സൈന്യത്തിന് ആ ഒരു 4-5 പേർക്ക് ചെറിയ കാഷ്വാലിറ്റി ഉണ്ടായെങ്കിലും ആ സംഭവങ്ങളെല്ലാം അതിജീവിച്ച് അവിടെ കൃത്യമായി ചെന്ന് ആ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയുടെ വാക്കുകൾ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2026 മാർച്ച് 31 മുമ്പായിട്ട് രാജ്യത്തെ ചുവപ്പ് ഭീകരരെ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും കൊന്നൊടുക്കുക എന്ന നിലയിലേക്കാണ്. പണ്ട് കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഴിബോംബുകൾ സ്ഥാപിക്കുക. കുഴിബോംബുകൾ അറിയാലോ. ഈ കുഴിബോംബുകൾ ഇവർ ഈ സൈനിക വാഹനങ്ങൾ കടന്നു പോകുന്നിടത്ത് കുഴിബോംബുകൾ സ്ഥാപിച്ചിട്ട് അതും ഈ വനവാസികളിലെ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെയൊക്കെ സഹായത്തോടിയിട്ട് സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സൈനിക ഇഷ്ടം പോലെ സൈനികരെ ഇതുമായി ബന്ധപ്പെട്ട് വീരമൃത്യു വരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിനെ കൃത്യമായി രാത്രിയിൽ ഈ ഈ പറയുന്ന മേഖലകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ആയുധങ്ങള്, വാഹനങ്ങള്, ഈ രാത്രി കൃത്യമായി കാണാൻ പറ്റുന്ന ലൈറ്റുകള്, അതിനുവേണ്ട പ്രത്യേക സംവിധാനങ്ങള്, പിന്നെ സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി. മാത്രമല്ല ഈ പറയുന്ന നക്സലുകളുടെ തീവ്രമായ പ്രശ്നങ്ങളുണ്ടായിരുന്ന പ്രദേശത്ത് 66 ഹെലിപ്പാഡുകൾ സ്ഥാപിച്ചു. 66 ഹെലിപ്പാഡുകൾ സ്ഥാപിച്ചിട്ട് അമിത്ഷാ നേരിട്ട് അവിടത്തേക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ല. ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ടീമിന് അവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ വന്നിറങ്ങാൻ പറ്റുന്ന ഹെലിപ്പാഡുകൾ സ്ഥാപിച്ചു. അതേപോലെയുള്ള ഘട്ടം ഘട്ടമായ പ്രോസസ്സിലൂടെയാണ് അവിടുത്തെ ഈ ദാരിദ്ര്യത്തെ മുതലെടുത്തിരുന്ന ഈ നക്സലുകളെ അങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്തത്. ഇപ്പോ ഈ ഏറ്റവും പ്രധാനമായിട്ട് 2004 മുതൽ 2014 വരെയുള്ള ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പല ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഭീകരാക്രമണങ്ങൾ സിറ്റികളിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇത് ഒറീസ പോലെയുള്ള പ്രദേശങ്ങളിൽ സൈനികരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നക്സലൈറ്റുകൾ നിരവധി ആക്രമണങ്ങൾ നടത്തും. പ്രത്യേകിച്ച് കുഴിബോംബ് സ്ഫോടനങ്ങളാണ് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത്. ഈ 2025 നമ്മൾ ഈ ഒരു സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഈ നക്സലുകളെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളത് സർക്കാർ നടത്തി പോരുന്നു എന്നുള്ള സംഭവം കാണുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ എല്ലാ സർക്കാരുകളും കഴിഞ്ഞ ഇത്രയും വർഷം രാജ്യം ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരുകളും വളരെയധികം ശ്രമം നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു വിഷയം തീർക്കാൻ വേണ്ടി, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനൊന്നും സാധിക്കാത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വികസന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു ഇവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നരേന്ദ്രമോദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വികസനം അവിടെ കൊണ്ടുവന്നു, അതിനുശേഷം ആളുകളുടെ വിശ്വാസം കയ്യിലെടുത്തു. അപ്പോൾ ആളുകളുടെ വിശ്വാസത്തിൽ നിന്ന് ഈ കൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് അടക്കം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. കാശ്മീരിലെ ആദ്യഘട്ടത്തിലെ ഈ മറ്റേ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ആളുകളുടെ അടുത്ത് നിന്ന് വലിയ പ്രതികരണം ഉണ്ടായി. പക്ഷെ ആ സൈനികരെ കൃത്യമായി തന്നെ ഓരോ വീടുകളിലും അടുത്തടുത്ത് പെരുമാറി. എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ പ്രവർത്തിക്കുന്നത്. ആ സുഹൃത്തുമായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒറ്റയ്ക്ക് നടന്നു പോയി കഴിഞ്ഞാൽ കല്ലേറ് കിട്ടുമായിരുന്നു. ഇപ്പം എന്ന് പറയുന്നത് കല്ലേറ് ഇല്ല. അവിടുത്തെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ആരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന നിലയിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ ഒരു മാനസിക നില മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം അവിടെ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നു, മെഡിക്കൽ സംവിധാനം കൊടുക്കുന്നു, പഠിക്കാൻ കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കുന്നു. ഇതല്ലാണ്ട് ഇതിനപ്പുറത്ത് മറ്റെന്ത് കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് വേണ്ടത്? ഭക്ഷണവും പാർപ്പിടവും വെള്ളവും ഇതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നടപ്പാക്കിയതിലൂടെയാണ് ഈ കാര്യം നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി, അത് ഒരു സഡൻ ഇംപ്ലിമെന്റേഷൻ അല്ലാതെ ഒരു ലോങ് ടൈം പ്രോസസ് ആയിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായിട്ട് മാറുന്നു. നമ്മളിപ്പം പറയുമല്ലോ 2030 എന്നല്ല പറയുന്നത്. 2047 എന്ന് പറയുന്നത് 2030 എന്ത് ചെയ്യണം, 31 എന്ത് ചെയ്യണം, അടുത്ത ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്തു തീർത്തണം എന്നുള്ള നമ്മൾ നേരത്തെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് ആസൂത്രണം ചെയ്തെങ്കിൽ അത് മാറിയിട്ട് നമ്മൾ ഓരോ വർഷത്തിലും അത് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഓരോ മന്ത്രിമാർക്കും പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാർക്ക്. അവരെന്തൊക്കെ ചെയ്തു ആ കാര്യങ്ങളൊക്കെ നോക്കി പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് A+ കിട്ടാത്ത മന്ത്രിമാരെ മോദി മന്ത്രിസഭയിൽ വെച്ചോണ്ടിരിക്കില്ല. അത് അമിത്ഷാ ആണെങ്കിലും ശരി, ആരാണെങ്കിലും വെച്ചോണ്ടിരിക്കില്ല. അത്തരത്തിൽ കൃത്യമായി ഒരു മികച്ച ഒരു ഭരണ തന്ത്രജ്ഞൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മോദിയെ വിളിക്കണം. ആ ഒരു കൃത്യമായ ഒരു ലോങ് പ്രോസസ്, ഒരു വിഷൻ, ആ വിഷനാണ് മോദി നടപ്പാക്കുന്നത്. മോദി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്ത് കാര്യം നടക്കുന്നുള്ളത് നമുക്കറിയുന്നതല്ലേ.
നമ്മൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അയ്യോ ഉണ്ടായി എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് കൊണ്ട് പോയിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന രാജ്യത്ത് നിന്ന് ഇവിടെ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ 10-15 ദിവസങ്ങളിൽ 16-ന് മുമ്പായിട്ട് നമ്മൾ തിരിച്ചടിച്ച് തീർത്തു കൊടുത്തിട്ടില്ലേ. അതാണ് അതിൻ്റെ അകത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോദി അമിത്ഷയും കൂടെ ചേർന്ന് നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തും നടപ്പാക്കാൻ വേണ്ടി പറ്റും. ഈ ആഭ്യന്തര സുരക്ഷ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ഇപ്പോൾ അവസാനമായിട്ട് ഒറ്റ കാര്യം മാത്രം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ നക്സലിസം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അനുഭവിച്ചിരുന്നു ഒരുപാട് കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. ഈ നക്സലുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആയുധങ്ങളും പണവും ലഭിച്ചിരുന്നത് ചൈനയിലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം BJP അധികാരത്തിൽ വരുന്നതിന് മുന്നേ 2014 മുന്നേ വലിയ രീതിയിൽ നടത്തിയിരുന്നതാണ്. അത് പക്ഷേ അതിലൊരു കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും അന്നത്തെ UPA സർക്കാർ നൽകിയിരുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. BJP അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുകയും ഈ നക്സലുകളെ നേരിടുന്നതിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അല്ലെ? തീർച്ചയായും നമുക്ക് അതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമാണ് വിപിനെ. ഇത് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിലും ഈ നോട്ട് നിരോധനമൊക്കെ നടപ്പാക്കിയത് ഇത്തരത്തിൽ അതിർത്തി കടന്നിട്ടുള്ള ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന വലിയ എമൗണ്ട് ഓഫ് മണി ഉണ്ടായിരുന്നു. ബൾക്കായിട്ടുള്ള എമൗണ്ട്, ഈ 500-ന്റെയും 2000-ന്റെയൊക്കെ നോട്ട് ബൾക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അത്തരം ഒരു എമൗണ്ടുകൾ വരുന്നത് നിർത്തലാക്കാൻ വേണ്ടി ഇവിടെയുള്ള എമൗണ്ടുകൾ മൊത്തം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് നിരോധനമൊക്കെ കൊണ്ടുവന്നതെന്ന് നമുക്ക് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും അത് നമുക്ക് ഈ ഇടയിൽ നടന്ന സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാന് ദരിദ്ര രാഷ്ട്രമാണ്, അവർക്ക് തരമുള്ള ഫണ്ടൊന്നുമില്ല. എന്തായാലും ചൈനയ്ക്ക് ഫണ്ടുണ്ട്. ചൈന ലോക സാമ്പത്തിക നിലയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചൈനയ്ക്ക് തരാൻ ഫണ്ടുള്ളത് ചൈന മണിപ്പൂർ വഴിയും ഈ വഴിയൊക്കെ കൊണ്ടുവരും. അല്ലെങ്കിൽ ബംഗ്ലാദേശ് കടന്നിട്ട് നേരെ നമ്മുടെ പശ്ചിമ ബംഗാൾ വഴിയൊക്കെ ഫണ്ട് കൊണ്ടുവന്ന സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ആ ഫണ്ട് വരുന്ന എല്ലാ മാർഗങ്ങളും കൃത്യമായിട്ട് അടച്ചു. പിന്നെ അർബൻ നക്സലുകൾക്ക് വേണ്ടിയിട്ട് പല ചാരിറ്റി സംഘടനകളുടെയും അക്കൗണ്ടുകളിലേക്ക് വലിയ രീതിയിൽ ഫണ്ട് ഒഴുകിയതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അതേ പറയും വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നിർത്തലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ നക്സലുകളൊക്കെ മുൻകാലങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വനത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും കൊണ്ട് എത്തിക്കുന്ന സംവിധാനം സാഹചര്യം അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ആദിവാസികൾ ഈ പറയുന്ന നക്സലുകൾ അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ആളുകളുമായി എടുത്ത് ഭീഷണിപ്പെടുത്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിൽ ആറളത്തും അവിടെയൊക്കെ പലപ്പോഴും നക്സലുകൾ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മാവോയിസ്റ്റുകൾ പുറത്തിറങ്ങി വന്നിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി അവർ പൈസ ഒന്നും കൊടുക്കാണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കൊണ്ടുപോകുന്ന സാധനമുണ്ട്. ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രലൈസ് ചെയ്തുള്ള കനാഗുട്ടയിലെ കുന്നുകളിൽ കിലോ കണക്കിന് 100 കിലോ കണക്കിന് ഭക്ഷണ സാധനങ്ങളും ഈ ബോംബുകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇവരെങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംഭരിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അത് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് അത് അറിയത്തില്ലെങ്കിൽ ആ ഓപ്പറേഷനിൽ നമ്മൾ പരാജയപ്പെട്ടതിന് നമുക്ക് കുറേ കാഷ്വാലിറ്റികൾ ഉണ്ടായേനെ. പക്ഷെ എന്തായാലും നമുക്ക് വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാകാതെ തന്നെ ആ കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് മോദിയുടെ ഒരു തന്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഈ ബേസ് ലെവലിൽ നിന്ന് നമ്മുടെ റോയ് ഉൾപ്പെടെയുള്ള മിലിറ്ററി ആർമി ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഡാറ്റ ക്യാച്ച് ചെയ്തുകൊണ്ട് ആ ഡാറ്റയെ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനുശേഷം നമ്മുടെ സുരക്ഷാ സേനയെ അതുമായി കോഓപ്പറേറ്റ് ചെയ്യിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ത്രിതല മൾട്ടി ഒരു സിസ്റ്റമാണ് ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നത്. നമുക്ക് മുൻകാലങ്ങളിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഒരു സേനേന്റെ ഒരു വിഭാഗം ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നു, അത് പരാജയപ്പെടുന്നു. ഇത് എല്ലാവരും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കോമ്പിങ് ഓപ്പറേഷൻ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതും നമുക്ക് ഈ ഒരു മിഷൻ ഓപ്പറേഷൻ സക്സസ് ആയതിന്റെ കാരണമായിട്ട് നമുക്ക് പറയാം. എന്തായാലും 2026 മുമ്പായിട്ട് 2026 മാർച്ച് 30 മുമ്പായിട്ട് കീഴടങ്ങാത്ത എല്ലാ മാവോയിസ്റ്റുകളെയും ചുവപ്പ് ഭീകരന്മാരെയും അമിത്ഷാ കൊന്നൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓക്കെ.